ഇനി നമുക്ക് മഴയുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നാളെ വടക്കൻ കേരളത്തിൽ അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യത എന്നാണ് അറിയുന്നത്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഈ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. ടി എസ് ഹരികൃഷ്ണ കാലാവസ്ഥ അപ്ഡേറ്റുമായി ചേരുന്നുണ്ട്. റെഡ് അലർട്ടുള്ള ജില്ലകൾ എവിടെയൊക്കെയാണ്? മറ്റ് മലയോര തീരദേശ മേഖലകൾ ഉൾപ്പെടെ പ്രത്യേക ജാഗ്രതാ മുന്നറിയിപ്പുകൾ ഉണ്ടോ? വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും മഴയുടെ തോതെന്നാണ് ഹരി മനസ്സിലാക്കേണ്ടത്? പ്രജീഷ്, കോഴിക്കോടും കണ്ണൂരും കാസർഗോഡുമാണ് നാളെ റെഡ് അലേർട്ട് നൽകിയിരിക്കുന്നത്. അതിതീവ്ര മഴയ്ക്ക് സാധ്യത ഉള്ളത് കൊണ്ടാണ് റെഡ് അലേർട്ട് നൽകിയിരിക്കുന്നത്. ഇന്ന് ഈ ജില്ലകളിലൊക്കെ ഓറഞ്ച് അലർട്ടാണ്. മറ്റ് 11 ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട്. അതായത് അറബിക്കടലിൽ ഒരു ചക്രവാത ചുഴിയുടെ സാന്നിധ്യമുണ്ട്. അത് വടക്ക് ഭാഗത്തേക്ക് നീങ്ങുകയാണ്. അതുകൊണ്ടാണ് ഈ വടക്കൻ കേരളത്തിൽ മഴ കൂടുതൽ ശക്തമായി ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരിക്കുന്നത്. അത് വടക്ക് ദിശയിലേക്ക് നീങ്ങുന്നത് കൊണ്ട് തന്നെ 2 ദിവസം കൂടി വടക്കൻ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്, കനത്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. മറ്റന്നാൾ കഴിഞ്ഞാൽ, ഒരു 2 ദിവസം കൂടി കഴിഞ്ഞാൽ പിന്നെ കാലവർഷം ദുർബലമാകാനുള്ള സാധ്യതയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം അനുസരിച്ച് നമുക്ക് പറയാൻ കഴിയുക. പക്ഷേ ന്യൂനമർദ്ദമോ മറ്റോ ഒക്കെ രൂപപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മഴയുടെ ശക്തി കൂടാനും സാധ്യതയുണ്ട്. നിലവിൽ ഈ മലയോര മേഖലകളിലും തീരപ്രദേശത്തുമുള്ള ജാഗ്രത അതുപോലെ തന്നെ തുടരണം. പ്രത്യേകിച്ച് 40 മുതൽ 50 കിലോമീറ്റർ വരെ കാറ്റ് വീശാനൊക്കെ സാധ്യതയുള്ളത് കൊണ്ടാണ് മലയോര മേഖലയിൽ ശ്രദ്ധിക്കണം. മണ്ണിടിച്ചിൽ സാധ്യത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ മാറി താമസിക്കണം എന്നുള്ള നിർദ്ദേശമുള്ളത്. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളത് കൊണ്ട് തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ഒപ്പം മത്സ്യബന്ധനത്തിനായി ഇന്നും നാളെയും കടലിൽ പോകരുതെന്നുള്ള മുന്നറിയിപ്പും നിലനിൽക്കുന്നു. ഹരീഷിനെയാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ കാലവർഷം ശക്തിപ്പെടുന്ന ഒരു സമയമാണ്. അപ്പോൾ 3 വടക്കൻ കേരളത്തിലെ ജില്ലകൾ, അത് കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ, അവിടേക്ക് അതീവ ജാഗ്രത പാലിക്കുക തന്നെ വേണം. അതാത് സമയങ്ങളിലെ കാലാവസ്ഥ അപ്ഡേറ്റ് മാതൃഭൂമി ന്യൂസ് നൽകും. നമ്മുടെ സ്ട്രോളുകളിലൊക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. മണ്ണിടിച്ചിൽ മേഖല, തീരദേശ മേഖല, മലയോര മേഖല, എവിടെയും ജാഗ്രത പാലിക്കണമെന്നാണ്.